ഹലോ. ബിസിനസ് ചെയ്യുന്ന നമ്മുടെ സംരംഭക സുഹൃത്തുക്കളിൽ ചിലരെങ്കിലും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് എൻക്വയറി ചെയ്ത് പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് സർവീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിക്കും. നമ്മുടെ സമയം അങ്ങ് വേസ്റ്റ് ചെയ്തിട്ട് അവരങ്ങ് പോകും. സെയിൽ നടക്കാറില്ല. അത് ശരിക്കും ഒരു തലവേദന സൃഷ്ടിക്കാറുണ്ട് പല സംരംഭകർക്കും. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നക്കാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോണ്ടാക്റ്റ് ചെയ്ത ആളുകളെല്ലാം മറിച്ച് നിങ്ങൾ തന്നെയാണ്. ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണമെന്നുള്ളത്. നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസിൽ പെട്ടിട്ടുള്ള കാര്യമാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളത്. ആരാണ് നമ്മളുടെ യഥാർത്ഥ കസ്റ്റമേഴ്സ് എന്നുള്ളത് നമുക്കൊരു ക്രിസ്റ്റൽ ക്ലിയർ ഐഡിയ വേണം. യഥാർത്ഥത്തിൽ ആരെയാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോണെന്നുള്ളത്. അങ്ങനെ നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തും മെസ്സേജ് മാർക്കറ്റിങ്ങിന് കൊടുക്കണമെന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് അവരോട് എന്ത് പറയണം എന്നുള്ളത് അതാണല്ലോ പരസ്യം. നമ്മുടെ പരസ്യം അതായിരിക്കുമല്ലോ. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതില്ലാതെ നമ്മൾ കാർഡടച്ച് പരസ്യം കൊടുക്കുമ്പോഴാണ് അധിക സമയവും ഇങ്ങനൊരു പ്രശ്നം ഫേസ് ചെയ്യണത്. അപ്പോൾ ടാർഗറ്റ് മാർക്കറ്റ് ആരാണെന്നതൊന്നും ഫിക്സ് ചെയ്യാൻ പലരെയും പേടിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ തലയിലുള്ള ഒരു ഐഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ടാർഗറ്റ് മാർക്കറ്റ് ആകുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ വരാൻ നേരത്ത് ഒരുപാട് സെയിൽ നടക്കുമല്ലോ എന്നുള്ള ഒരു ലോജിക്കിലാണ് ഇവരിതിനെ ടാർഗറ്റ് മാർക്കറ്റ് ഫിക്സ് ചെയ്യാതെ എല്ലാവരും പോരെ എല്ലാവരെയും ഞങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണെന്നുള്ള രീതിയിൽ പരസ്യം കൊടുക്കുന്നത്. ചിലവരെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ആളുകൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ പ്രത്യേകിച്ച് കോസ്മെറ്റിക് ഐറ്റമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒരു ലിസ്റ്റ് ഓഫ് ആളുകളുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവർ, മുടിയുള്ളവനും മുടിയില്ലാത്തവനും തലയില്ലാത്തവനും വരെ ഹെയർ ഓയിൽ വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു മാർക്കറ്റ് വേണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആശയം വെച്ചിട്ട് നിങ്ങൾ പരസ്യം കൊടുക്കുമ്പോഴാണ് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ആ കോണ്ടാക്ട് ചെയ്ത എൻക്വയറി ചെയ്ത ആ ലീഡിന് മനസ്സിലാകും ഇതെനിക്ക് പറ്റിയ പ്രൊഡക്റ്റ് അല്ല എന്ന്. അതുകൊണ്ടാണ് അവർ ഇട്ടേച്ച് പോകുന്നത്. ഇത് അവർക്ക് ആദ്യമേ ആ പരസ്യം കാണുമ്പോൾ തന്നെ ആ ടൈമിൽ തന്നെ അവർക്ക് ക്ലിക്കായിരുന്നെങ്കിൽ അവരതിൽ ക്ലിക്ക് ചെയ്യില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഓൺലൈനിൽ പരസ്യം കൊടുക്കാൻ നേരത്തെ അധിക സമയവും ആരൊക്കെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കാശ് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിലാണ് മെറ്റയിലാണ് പരസ്യം കൊടുക്കണമെങ്കിൽ ഫേസ്ബുക്കിന് പരസ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാശ് കൊടുക്കണം. അത് ഓർഡർ കിട്ടിയാലും കിട്ടിയില്ലല്ലോ, അത് അവരുടെ കൺസേൺ അല്ല. ഇപ്പോൾ ഈ റോങ് ഓഡിയൻസിലേക്ക് ചെല്ലുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളത് ആദ്യം തന്നെ തലേന്ന് എടുത്ത് കളയുക. എല്ലാവരെയും കാർഡടച്ച് നമ്മൾ ക്ഷണിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. എൻക്വയറി ചെയ്യുക, ഡീറ്റെയിൽസൊക്കെ ചോദിക്കുക, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുക, അവരങ്ങ് പോകുക. ഒരു താങ്ക് യു പോലും പറയാതെ അവരങ്ങ് പോകും. നിങ്ങൾക്ക് ചില സമയത്ത് തലക്ക് അതൊരു പെരുപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ചില സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം വരും. ഓർഡർ നമ്മൾ കാശ് കൊടുത്തിട്ടാണ് പരസ്യം ചെയ്തേക്കുന്നത്. പലരും വരുന്നുണ്ട്, എൻക്വയറി ചെയ്യുന്നു, അവർ വാങ്ങുന്നില്ല. നമുക്ക് ചെറുതായിട്ട് ദേഷ്യം വരും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ ബുക്സ് ഉണ്ടോ അത് നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഏത് രാജ്യത്തുള്ള ബിസിനസ് സ്കോളർ എഴുതിയിട്ടുള്ള ബുക്കാണെങ്കിലും അവർ ഐക്യകണ്ഠേന പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളത്. ഏത് ബുക്ക് നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ടാർഗറ്റ് മാർക്കറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യണം. ഇല്ലാതെ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിൽ കായം കലക്കുന്ന ഒരവസ്ഥയായിരിക്കും. കാരണം അതൊന്നും ആവില്ല. ഇത് പലപ്പോഴും പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പം മാർക്കറ്റിംഗ് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പരസ്യം കാണുന്ന ആൾക്ക് അപ്പം തന്നെ മനസ്സിലാവും ഇതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ഫീലിംഗ് അവർക്കുണ്ടാവും. അങ്ങനെ ആ ഫീലിംഗ് ഉണ്ടാകുമ്പോൾ അവർ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം സെയിൽസ് കൺവേർഷൻ നടക്കുന്നത്. അന്ന് ആ പരസ്യം തന്നെ ഒരു അവ്യക്തമായിട്ടുള്ള ഒരു പരസ്യമാണ്. അന്ന് കോണ്ടാക്ട് ചെയ്തേക്കാം. ഏതായാലും എൻ്റെ മുമ്പിൽ വന്ന പരസ്യമല്ലേ, ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കോൾ ചെയ്തേക്കാം. അപ്പോൾ അത് കോളിൻ്റെ ഇടയിൽ അവരും തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ആ ലീഡിന് മനസ്സിലാവും ഇതെനിക്ക് പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. അവർ ഓക്കെ ചെറിയൊരു താങ്ക് യു ഒക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. പിന്നെ അവരങ്ങ് വാനിഷ് ആവും, ഡിസപ്പിയർ ആവും. ഒരിക്കലും അവർ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണെന്നുള്ളത് ഫിക്സ് ചെയ്യണം. ഇതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാർഡടിച്ച് പരസ്യം കൊടുക്കണ്ടല്ലോ, കുറേ വിഭാഗമൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സെയിൽസിൽ നിൽക്കുന്നവരുടെ അടുത്ത് ചോദിക്കുക ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ് നിലവിൽ നമുക്ക് കൂടുതൽ ഓർഡറുകൾ കൊണ്ട് തന്നെ വലിയ തലവേദനയൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റ് ആ പ്രൊഡക്റ്റും സർവീസും ആർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുക
ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് സ്റ്റുഡൻസും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്റ്റിന് വേണ്ടി ടീച്ചേഴ്സും കോൺടാക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. അപ്പോൾ പല സ്റ്റുഡൻസും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ കുറച്ചൊക്കെ വാങ്ങുന്നുണ്ട്, പക്ഷേ വലിയൊരു കൺവേർഷൻ അവിടെ നടക്കുന്നില്ല. പക്ഷേ ടീച്ചേഴ്സിലൊരു 10 ടീച്ചർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 8 ടീച്ചറും അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ടീച്ചർക്കായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് എന്ന ടാർഗറ്റ് മാർക്കറ്റിനെ അപ്പാടെ എടുത്ത് അങ്ങ് മാറ്റിയിട്ട്, ഞാനിത് സ്മോൾ ബിസിനസ്സുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. വലിയ വൻകിട കമ്പനി ITC ചെയ്യണുണ്ടല്ലോ, അവർ ചെയ്യണ്ടല്ലോ, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഞാൻ സ്മോൾ ബിസിനസ് ഓണേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വൻകിട ബ്രാൻഡുകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ആമസോണിലെല്ലാം ഉണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിൽ ഇവിടെ പ്രസക്തിയില്ല. അതൊക്കെ എന്താ പറയുക, മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളാണ്, അവർക്ക് ഓരോരോ സെഗ്മെൻ്റ് ഉണ്ട് അതെല്ലാം നിയന്ത്രിക്കാനായിട്ട്. പക്ഷേ ഒരു സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ടീച്ചറും സ്റ്റുഡൻറ്റും 2 ടാർഗറ്റ് മാർക്കറ്റാണ്. സ്റ്റുഡൻറ്റ് ഇപ്പോൾ +2 സ്റ്റുഡൻസ്, +2 ടീച്ചേഴ്സ്, അങ്ങനെയാണ് നിങ്ങളുടെ മാർക്കറ്റെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റുഡൻസ് എന്നുള്ള കാറ്റഗറീനെ ക്ഷണിച്ചു കൊണ്ടുവരാതെ ടീച്ചർ എന്ന കാറ്റഗറീനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ വെക്കുന്ന എന്തെങ്കിലും ഗൈഡായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ളത്. അപ്പോൾ സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പരസ്യം കൊടുക്കരുത്, ടീച്ചറെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ പരസ്യം കൊടുക്കുക, ടീച്ചേഴ്സിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടീച്ചേഴ്സ് വരും. ഇത് പലരെയും പേടിപ്പിക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സ്റ്റുഡൻസിൽ നിന്നുള്ള ഓർഡറുകൾ നമുക്ക് കുറയൂലേ, അപ്പോൾ അത് നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റുഡൻസിനെ നമ്മളങ്ങ് മാറ്റാൻ നേരത്ത് ടീച്ചർക്ക് മാത്രം എന്നുള്ള രീതിയിൽ നമ്മൾ പരസ്യം കൊടുക്കാൻ നേരത്ത് ടീച്ചേഴ്സിൻ്റെ ഉള്ളിൽ ഇതെനിക്ക് വേണ്ടി മാത്രം എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ടീച്ചേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ കൺവേർഷൻ നടക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പരസ്യത്തിൽ കൃത്യമായിട്ട് ഒരു സെയിൽസ് കോപ്പിയിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പറയണം, ഞങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ആർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് രണ്ടും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറയുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അപ്പം തന്നെ അത് ഫിൽട്ടർ ചെയ്ത് കളയും. നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ സെയിൽസ് കോപ്പി ഒരാൾ വായിച്ചാൽ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് അപ്പം തന്നെ കിട്ടിയോ, ഞാൻ ഇന്ന കാറ്റഗറിയിലുള്ളതാണ്, എനിക്കിത് ഉപകാരപ്പെടില്ല. ഇപ്പോൾ ഒരു മാഗസീനാണ് പുള്ളി വായിക്കണമെങ്കിൽ അതങ്ങ് മറിച്ചിട്ട് അടുത്ത പേജിലേക്ക് പോയിക്കോളും, നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിൽക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയാൻ നേരത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ ആ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ എക്സാക്റ്റ് ഐഡിയൽ കസ്റ്റമറുടെ മനസ്സിൽ ഇതെനിക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയത് എന്നൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ആ കറക്റ്റ് ആളാരാണോ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നമ്മളെ ക്രെഡിബിലിറ്റി കൂടും, സെയിൽ കൂടും, നമ്മളോടുള്ള വിശ്വസ്തത കൂടും. മറ്റതെന്ന് പറയാൻ നേരത്ത് ഈ ലോ ക്വാളിറ്റി കസ്റ്റമേഴ്സുമായിട്ട് നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ സമയം അവിടെ വേസ്റ്റാവും, അതുപോലെ തന്നെ സെയിൽ നടക്കില്ല. പിന്നെ കൃത്യമായിട്ട് ടാർഗറ്റ് മാർക്കറ്റിനെ ഫിക്സ് ചെയ്യാതെ നമ്മൾ പരസ്യം കൊടുക്കാൻ നേരത്ത് നല്ലൊരു തുക നിങ്ങൾക്ക് നഷ്ടവും വരും. അപ്പോൾ സ്മോൾ ബിസിനസ്സാണ് നിങ്ങൾ റൺ ചെയ്യണമെങ്കിൽ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ആ കമ്പനി ചെയ്യുന്നുണ്ട്, ഈ കമ്പനി ചെയ്യുന്നുണ്ടെന്ന് കരുതി നിങ്ങൾ പരസ്യം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ല. അതൊക്കെ 100 വർഷത്തിന് മേളിലുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികളായിരിക്കും അധിക സമയം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കെയിൽ ചെയ്യേണ്ട ടൈമിലാണ് അവർ പുതിയ പ്രൊഡക്റ്റുകളും പുതിയ മാർക്കറ്റ് സെഗ്മെൻറ്റിലേക്കൊക്കെ അവർ ഇറങ്ങുന്നത്. പക്ഷെ അത് കണ്ട് അത് എക്സാക്റ്റ് അങ്ങനെ തന്നെ നമ്മൾ കോപ്പി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, ഒന്നാമത് അതിനൊന്നുമുള്ള മാർക്കറ്റിംഗ് ബഡ്ജറ്റ് സ്മോൾ ബിസിനസ്സുകളുടെ അടുത്തില്ല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എപ്പോഴും ഒരു നാരോ ഫോക്കസിൽ പോകണമെന്നാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ പതിയെ എക്സ്പാൻഡ് ചെയ്ത് വരലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്. എല്ലാവരെയും സെർവ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഈവൻ ആമസോണിൽ ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും സർവീസുകളും എല്ലാ കാറ്റഗറി അതിൽ കാണാൻ പറ്റും. ആമസോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അവർ ബുക്കാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഫിസിക്കൽ ബുക്കിൻ്റെ ഒരു ഓൺലൈൻ സ്റ്റോറായിട്ടാണ് അവർ ആദ്യം തുടങ്ങിയത്. പിന്നെ പതിയെ CD ആയി, പിന്നെ മറ്റ് ഫർണിച്ചറുകളായി, മറ്റ് കാര്യങ്ങളായി, ടോയ്സായി, പിന്നെ മെഡിസിനായി, ഇപ്പോൾ അതിൽ A to Z എല്ലാം തന്നെ കിട്ടുന്നൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ തുടക്കം തന്നെ ഏതെങ്കിലും ഒന്നിൽ ഫിക്സ് ചെയ്ത് അവിടെ കാലുറച്ച് നിന്നിട്ട് വേറൊരു ഇതിലേക്ക് ചാടണയാണ് ഏറ്റവും ബെറ്റർ. തുടക്കം തന്നെ നമ്മുടെ ഫോക്കസ് ഡൈല്യൂട്ടായി പോകരുത്. ഒരു ലേസർ മനസ്സിൽ ഓർത്താൽ മതി. കാരണം അത് തുളഞ്ഞ് കയറണം. ഒരു ബൾബ് പോലെയല്ല, ഇങ്ങനെ മൊത്തം പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കുന്നതല്ല, ഒരു ലേസർ പോലെ. അപ്പോൾ കറക്റ്റ് ആ ടാർഗറ്റിൽ കൊള്ളാൻ നേരത്ത് സെയിൽസ് കൺവേർഷൻ നല്ല രീതിയിൽ നടക്കും.